വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഫെഡറൽ കോളേജിൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക ഫലം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതൊക്കെയാണ് പറഞ്ഞത്. കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ഇതിൻ്റെ ലൈറ്റ് എഫക്റ്റും ഹീറ്റ് എഫക്റ്റും ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിലായിരിക്കും. നമ്മൾ പഠിക്കുന്നത് ഏത് എഫക്റ്റാണ്? മാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കാന്തികമായിട്ടുള്ള ഫലമാണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഏതൊരു ഇലക്ട്രോണിക് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് എടുത്താലും ടെസ്റ്റിൻ്റെ ഫിഗറിൽ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയതുപോലെ കാണിച്ചതുപോലെ അതിനകത്ത് എന്തുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ തുടക്കമേ പറഞ്ഞായിരുന്നു. അതിനകത്ത് ഒരുപാട് കോയിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഊരി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ കണക്ട് ചെയ്യാതെ ഫുള്ള് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കോയിൽസ് ഉണ്ട്. അപ്പോൾ ഈ കോയിലുകളുടെ എണ്ണവും കാര്യങ്ങളും എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് എടുത്താലും കോയിലുകൾ വൗണ്ട് ചെയ്തിരിക്കുന്ന നമ്പറും കാര്യങ്ങളും കൂടുതൽ. കാര്യം അതിനകത്തുള്ള മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കറസ്പോണ്ടിങ് ആയിട്ട് കൂട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കോയിലുകൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, വൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചുറ്റി വെച്ചിരിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ഈ ഒരു നമ്പർ ഓഫ് കോയിൽസ് കൂട്ടുന്നത് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂട്ടുന്നതിന് കാന്തത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയാണ്, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഒരുപാട് നമ്പർ ഓഫ് കോയിൽസ് ആയിട്ട് നമ്മൾ വൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒരു ബാർ മാഗ്നറ്റിൻ്റെ കേസ് പറഞ്ഞു. ബാർ മാഗ്നറ്റിൽ നോർത്ത് പോളും സൗത്ത് പോളും വരുന്ന ബാർ മാഗ്നറ്റിൻ്റെ കേസ് പറഞ്ഞു. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു സോളിനോയിഡിൻ്റെ കേസ് കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞു. അതിൽ കൂടെ ഒരു കണ്ടക്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോർത്തിനും സൗത്തിലോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാന്തികമായിട്ടൊരു വലയം ഇതിന് ചുറ്റുമുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ നോർത്തും സൗത്തും കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞതാണ്. അതിൽ നോർത്തിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് സൗത്തിലേക്ക് എന്ത് വരുന്നു എന്ന് പറഞ്ഞു, ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞ കേസ്. ഏതാണ്? ഒന്നാമത്തെ കേസാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഹൗ ടു ഫൈൻഡ്, എങ്ങനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാന്തിക മണ്ഡലം എടുക്കുന്ന സമയത്ത് കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ എന്തിൻ്റെ കേസ് പറഞ്ഞത്, മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഒരു കാര്യം അങ്ങനെ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള പോയിന്റർ അല്ലെങ്കിൽ അതിനകത്തുള്ള സൂചിയുടെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ വ്യതിയാനം കൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. ആ ബാർ മാഗ്നറ്റിൽ നോർത്ത് പോളോ സൗത്ത് പോളോ ഇല്ല. നോർത്ത് പോളും സൗത്ത് പോളും കറസ്പോണ്ടിങ് ആയിട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ, നോർത്ത് പോളോ സൗത്ത് പോളോ ഇല്ലാത്തൊരവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് പൊളാരിറ്റി കണ്ടുപിടിക്കണം. ആ ബാർ മാഗ്നറ്റിൻ്റെ പോളുകൾ എവിടെയൊക്കെ ആയിരിക്കും, നോർത്ത് എവിടെ സൗത്ത് എവിടെ, അല്ലെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പം നോർത്ത് പോളും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ ഇവിടെയും മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. മാഗ്നറ്റിക് കോമ്പസിനകത്ത് നോർത്ത് സൗത്ത് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. അപ്പം നോർത്തിനെ ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം നോർത്ത് പോളും സൗത്ത് പോളും ഇല്ല, നമുക്ക് പൊളാരിറ്റി അറിയത്തില്ല. അപ്പം ഞാൻ ഈ കോമ്പസിലുള്ള നോർത്ത് പോയിന്റ്, ആ പോയിന്റിൻ്റെ നോർത്ത് എൻഡ് ഈ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ചെറിയൊരു റിപ്പൾഷനാണ് വരുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് കോമ്പസ് ഈ ബാർ മാഗ്നറ്റിൻ്റെ എൻഡിൽ നിന്നും ചെറിയൊരു റിപ്പൾഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പോൾ ഏതായിരിക്കും, നോർത്ത് പോളായിരിക്കും. അപ്പോൾ ഇത് നോർത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പുറത്തെ എങ്ങനെയായിരിക്കും, സൗത്ത്. ഇതേ നോർത്ത് എൻഡിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ ഒരു അട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. സോ അത് ഏത് എൻഡായിരിക്കും, സൗത്ത് പോളായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും അപ്പോൾ അറിയില്ല ലൈക്ക് ആയിട്ടുള്ള പോൾസ് അല്ലെങ്കിൽ നോർത്തും വന്നാൽ അവിടെ റിപ്പൾഷനാണ് അല്ലെങ്കിൽ വികർഷണമായിരിക്കും നടക്കുന്നത്. അതേപോലെ നോർത്തും സൗത്തും വന്നാലോ അവിടെ ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ നടക്കുന്നത്, അത് അറിയുക ആദ്യം. അപ്പോൾ നോർത്തും ലൈക്ക് പോളുകൾ എപ്പോഴും എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോളുകൾ എപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോൾ ലൈക്ക് പോളുകൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ലൈക്ക് ആയിട്ട് അല്ലെങ്കിൽ നോർത്തും വന്നാൽ അത് റിപ്പൽ ചെയ്ത് ദൂരേക്ക് വികർഷിച്ചാണ് പോകുന്നത്. നോർത്തും സൗത്തും വന്നാൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ആകർഷിക്കും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യം. അതേപോലെ തന്നെ ഇപ്പുറത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാന്തവും കറസ്പോണ്ടിങ് ആയിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു കാന്തിക സ്വഭാവം നൽകുന്ന ആളാണ് ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ബാർ കാന്തം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടൊരു കാന്തിക സ്വഭാവം എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. എന്നാൽ ഇവിടെ സോളിനോയിഡിനകത്തേക്ക് ഞാനൊരു ചാലകത്തെയാണ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് പ്രൊവൈഡ് ചെയ്തത്,
കറസ്പോണ്ടിങ് ആയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും വന്നത് അല്ലെ. ഒരു കറണ്ട് ഞാൻ സപ്ലൈ ചെയ്തു, എന്നാൽ ഈ കറണ്ട് സപ്ലൈ കട്ട് ചെയ്താലോ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഇതിന് നഷ്ടമാകും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോയാൽ ഇത് എന്ത് ബിഹേവിയർ കാണിക്കുന്നു? കാന്തികമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നു അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നു. എന്നാൽ ഇതിൽ വൈദ്യുതി കടന്നു ചെന്നില്ല എങ്കിൽ ഇതിൽ എന്ത് വരുന്നില്ല? കാന്തികമായിട്ടുള്ള സ്വഭാവം വരുന്നില്ല. സോ അത്തരത്തിലുള്ള മാഗ്നറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന് വിളിച്ചു. ഇലക്ട്രോ മാഗ്നറ്റ് എന്നല്ലെങ്കിൽ എന്ത് കാന്തം എന്ന് വിളിച്ചു? വൈദ്യുത കാന്തം. ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത എന്ന് വെച്ചാൽ ഇത് പെർമനന്റ് മാഗ്നറ്റിക് ബിഹേവിയർ തരുന്ന സമയത്ത് ഇത് ടെമ്പററി താൽക്കാലികമായിട്ടുള്ള മാഗ്നറ്റിക് ബിഹേവിയർ ആണ്. കറണ്ട് സപ്ലൈ ചെയ്താൽ ഇതും എന്ത് തരും? മാഗ്നറ്റിക് ബിഹേവിയർ തരും. എന്നാൽ കറണ്ട് സപ്ലൈ ഇല്ല എങ്കിൽ ഇതെന്ന് പറയുന്നത് എന്ത് തരത്തില്ല? കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കത്തില്ല. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ കൊടുത്താൽ അവിടെ എന്ത് നടക്കുന്നു? കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് സപ്ലൈ ചെയ്താൽ അത് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും, അതില്ല എങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ബാർ കാന്തം എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റും ഇവിടെ രണ്ടാമത് കാണിച്ച ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ടെമ്പററി മാഗ്നറ്റ് ആണ്. താൽക്കാലികമായിട്ടുള്ള ഒരു കാന്തിക സ്വഭാവം കാണിക്കുന്ന ആളാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊണ്ട് പറയാം. അടുത്തത് ഇത്രയും കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അറിയേണ്ടത് രണ്ട് എക്സ്പെരിമെന്റ് ആണ്. ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ രണ്ട് എക്സ്പെരിമെന്റ്. ഈസ്റ്റഡ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റ് ആണ് അടുത്ത വരുന്നത്. ഈസ്റ്റഡ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചെയ്ത രണ്ട് പരീക്ഷണങ്ങൾ, അതിൽ നിന്നും 2-3 കാര്യങ്ങൾ നമുക്ക് അറിയണം. ഓക്കെ, ശരി. രണ്ട് എക്സ്പെരിമെന്റ്, ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈസ്റ്റഡ് എക്സ്പെരിമെന്റ്, രണ്ട് എക്സ്പെരിമെന്റ് ഉണ്ട്. ഈ രണ്ട് കണ്ടീഷനെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടെസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇതിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സെല്ലെടുത്താൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതാണ് ഇവിടെ എങ്ങനെയാണ്? നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ രണ്ട് സ്ഥലത്തും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർക്യൂട്ടാണ്, കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. കറണ്ടിനെ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന രണ്ട് സർക്യൂട്ടുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തെ. വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം എന്താണ്? കറണ്ട് സപ്ലൈ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ സർക്യൂട്ട് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കറണ്ട് സപ്ലൈ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നു. സപ്ലൈ നടക്കുന്നത് എങ്ങോട്ടാണ്? എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്കാണ് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് നടക്കുന്നത്? സപ്ലൈ ചെയ്യുന്നത്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് എ എന്ന ബിന്ദുവിൽ നിന്നും ബി എന്ന ബിന്ദുവിലേക്കാണ്. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷനിൽ ഇതുപോലെ തന്നെ ഇവിടുത്തെ സർക്യൂട്ട് ഞാൻ ക്ലോസ് ചെയ്തു, കറണ്ട് പ്രവഹിച്ചു തുടങ്ങി അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിച്ചു തുടങ്ങി. എന്നാൽ എ ടു ബി അല്ല, പകരം ബി ടു എ ആണ്. നമ്മൾക്ക് ഡയറക്ഷൻ എന്ത് ചെയ്തു? മാറി. ഡയറക്ഷൻ എന്ത് ചെയ്തു? മാറി. അപ്പം ഇതാണ് വ്യത്യാസം. രണ്ട് സർക്യൂട്ട് ഉണ്ട്. രണ്ട് സർക്യൂട്ടിലും നോർമലായിട്ട് ഞാൻ ക്ലോസ് ചെയ്തു, കറണ്ട് സപ്ലൈ തുടങ്ങി അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിച്ചു തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടിൽ എ എന്ന ബിന്ദുവിൽ നിന്നും അല്ലെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്കാണ് വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷനിൽ ബി എന്ന പോയിന്റിൽ നിന്നും എയിലേക്കാണ് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈസ്റ്റഡ് എന്ത് ചെയ്തു? ഇതിന് സമീപത്തായിട്ട് ഒരു ചെറിയ ഡിഫ്ലക്ടർ കൊണ്ടുവച്ചു. ഈ സർക്യൂട്ടിൻ്റെ നിയറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അടുത്തായിട്ട് ഒരു ചെറിയ എന്ത് കൊണ്ടുവച്ചു? ഡിഫ്ലക്ടർ കൊണ്ടുവച്ചു.
രണ്ട് മാഗ്നറ്റിക് നീഡിൽ കാന്തികമായിട്ടുള്ള സൂചി ഞാൻ എന്ത് ചെയ്യുന്നു, ഈസ്റ്റഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, കൊണ്ടുവച്ചു. അപ്പം സർക്യൂട്ടിൽ ഇപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, കറണ്ട് സപ്ലൈ നടക്കുന്നുണ്ട്. സർക്യൂട്ട് ക്ലോസ്ഡ് ആണെന്ന് വെച്ചോ, കറണ്ട് സപ്ലൈ നടക്കുന്നുണ്ട്. ഇവിടെ എ ടു ബിയും അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ബി ടു എയും. അപ്പോൾ ഇദ്ദേഹം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇങ്ങനെ രണ്ട് മാഗ്നറ്റിക് നീഡിലിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് കാന്തികമായിട്ടുള്ള ഒരു സൂചിയെ ഞാൻ എന്ത് ചെയ്തു, ഈ പോയിന്ററോട് കൂടി കറസ്പോണ്ടിങ് ആയിട്ട് ഈ സർക്യൂട്ടിന് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ നീഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്ത് തുടങ്ങി, ഡിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങി. ഈ നീഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നു, ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ നീഡിൽ എങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, ഇത് നോർത്ത്, ഇത് സൗത്ത്. അതേപോലെ ഇവിടെയും നോർത്ത് സൗത്ത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഡിഫ്ലക്റ്റ് ചെയ്തു. ഈ നീഡിൽ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക്. ഇപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ ഈ സർക്യൂട്ടിന് അടുത്തേക്ക് ഞാൻ ഈ മാഗ്നറ്റിക് നീഡിലിനെ കൊണ്ടുവച്ചപ്പോൾ നോർത്തിൽ നിന്നും ഡിഫ്ലക്റ്റർ എങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, ഈ പോയിന്റർ വെസ്റ്റിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഡിഫ്ലക്റ്റ് ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷനിൽ നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ നോർത്തിൽ നിന്നും വെസ്റ്റിലേക്കല്ല, പകരം എങ്ങോട്ടേക്കായിരുന്നു, ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലോട്ടാണ്. നോർത്തിൽ നിന്നും എങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ നോർത്തിൽ നിന്നും എങ്ങോട്ടേക്ക്, വെസ്റ്റിലേക്കാണ് മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ ഡിഫ്ലക്റ്റർ ഡിഫ്ലക്റ്റ് ചെയ്തത്. രണ്ടാമത്തെ കണ്ടീഷനിൽ നോർത്തിൽ നിന്നും എങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, ഈസ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. ഒന്ന് വെസ്റ്റിലേക്കും ഒന്ന് ഈസ്റ്റിലേക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സർക്യൂട്ട് ആദ്യം എടുത്തു. ആ രണ്ട് സർക്യൂട്ടിൽ എന്താണ് ഈസ്റ്റഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ചെയ്തത്, കറണ്ട് സപ്ലൈ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തു. ഒന്നാമത്തെ കേസിൽ, ഫസ്റ്റ് കേസിൽ കറണ്ട് സപ്ലൈ എങ്ങോട്ടായിരുന്നു, എ ടു ബി എന്നായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ കറണ്ട് സപ്ലൈ എങ്ങോട്ടായി, ബി ടു എ എന്നായി. ഈ രണ്ട് സർക്യൂട്ടിനിടയിൽ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഇതിന് രണ്ടും നിയറസ്റ്റ് ആയിട്ട് അടുത്തായിട്ട് ഞാനൊരു അകാന്തികമായിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള ഡിഫ്ലക്ടറോ കാര്യങ്ങളോ കറസ്പോണ്ടിങ് ആയിട്ട് കൊണ്ടുവച്ചു. അവിടെയും എന്ത് ചെയ്തു, രണ്ട് സർക്യൂട്ടിനും നിയറസ്റ്റ് ആയിട്ട് അടുത്തേക്കായിട്ട് ഈ നീഡിലിനെ കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുവച്ച സമയത്ത് ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്തു. കറണ്ട് വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഡിഫ്ലക്ടർ ഡിഫ്ലക്റ്റ് ചെയ്തു. എങ്ങോട്ടേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്, നോർത്ത് എന്ന ഡയറക്ഷനിൽ നിന്നും വെസ്റ്റിലേക്ക് എന്ത് ചെയ്തു, ഡിഫ്ലക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും എങ്ങനെ തന്നെ നോർത്ത് എന്ന ഡയറക്ഷനിൽ നിന്ന് വെസ്റ്റിലേക്കല്ല, പകരം ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്തത്, ഡിഫ്ലക്റ്റ് ചെയ്തത്. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് ഈസ്റ്റഡ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, ഏതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും അല്ലെങ്കിൽ ഏതൊരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു കറണ്ട് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകുന്ന ഏതൊരു കണ്ടക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ചാലകം എടുത്താലും അതിന് ചുറ്റാകെ എന്തുണ്ടായിരിക്കും, ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഈ എക്സ്പെരിമെന്റിൽ നിന്നും ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത്, ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഏതൊരു കറണ്ട് അല്ലെങ്കിൽ ഏതൊരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം എടുത്താലും ആ ചാലകത്തിന് ചുറ്റാകെ എന്തുണ്ടായിരിക്കും, ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻഫറൻസ് ആയിട്ട് പറഞ്ഞത്, കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എന്ത് ചെയ്യുന്നു, മാറുന്നു. അല്ലേ, ഒന്നാമത്തെ സർക്യൂട്ടിൽ എയിൽ നിന്നും ബിയിലേക്കാണ് എന്ത് കടന്നു പോയത്, കറണ്ട് സപ്ലൈ നടന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഡിഫ്ലക്ടറിന്റെ ഡിഫ്ലക്ഷൻ, ആ ഒരു വ്യതിയാനം നോർത്തിൽ നിന്നും വെസ്റ്റിലേക്കായിരുന്നു, നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക്. എന്നാൽ രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്ന കറണ്ടിന്റെ ദിശയെ അല്ലെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് വന്നുകൊണ്ടിരുന്ന വൈദ്യുതിയുടെ ദിശയെ ഞാൻ എങ്ങോട്ടേക്ക് റിവേഴ്സ് ചെയ്തു അല്ലെങ്കിൽ തിരിച്ചാക്കി. എങ്ങനെയാക്കി, ബിയിൽ നിന്നും എങ്ങോട്ടേക്കാക്കി, എയിലേക്കാക്കി. ബിയിൽ നിന്നും തിരിച്ച് എയിലേക്കാക്കി. അതിന്റെ ഫലമായിട്ട് നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്കായിരുന്നു അടുത്ത ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അടുത്ത ഇൻഫറൻസ് കൊണ്ടുവന്നത് എങ്ങനെയാണ്, കറണ്ടിന്റെ ദിശ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന
ദിശ മാറുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയും എന്ത് ചെയ്യുന്നു, മാറുന്നു. ഈ രണ്ട് പോയിന്റ് ആണ് അല്ലെങ്കിൽ രണ്ട് ഇൻഫറൻസ് ആണ് ഈ സ്റ്റഡിന്റെ ഈ എക്സ്പെരിമെന്റിൽ നിന്നും പഠിക്കേണ്ടത്. ഒന്ന്, ഏതൊരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം എടുത്താലും ആ ചാലകത്തിന് ചുറ്റാകെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു, കറണ്ടിന്റെ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ അതിനനുസരിച്ച് കാന്തിക മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയും അല്ലെങ്കിൽ ഡയറക്ഷനും എന്ത് ചെയ്യുന്നു, മാറുന്നു. ഈ രണ്ട് ഇൻഫറൻസ് ആണ് ഈ എക്സ്പെരിമെന്റിൽ നിന്നും ആര് കണ്ടുപിടിച്ചത്, ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പം ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിൽ നിന്നും എന്തൊക്കെ മനസ്സിലാവും, ആദ്യം നമ്മൾ രണ്ട് സർക്യൂട്ട് എടുത്തു. ഈ രണ്ട് സർക്യൂട്ടിനടുത്തേക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഈസ്റ്റഡ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു, ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് പറയുന്ന പോലെ തന്നെ രണ്ട് മാഗ്നറ്റിക് ആയിട്ടുള്ള ഡിഫ്ലക്ടറോ അല്ലെങ്കിൽ നീഡിലോ കാന്തികമായിട്ടുള്ള സൂചിയോ കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്തു, കൊണ്ടുവച്ചു. അതിനുശേഷം രണ്ട് സർക്യൂട്ടും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തപ്പോൾ കറണ്ട് ഇതിൽ കൂടെ എന്ത് ചെയ്തു തുടങ്ങി, പ്രവഹിച്ചു തുടങ്ങി അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ കറണ്ട് ഇതിൽ കൂടെ സപ്ലൈ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒന്നാമത്തെ സർക്യൂട്ടിൽ കറണ്ടിന്റെ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ എയിൽ നിന്നും ബിയിലേക്കായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷനിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ സർക്യൂട്ടിൽ തിരിച്ച് എങ്ങോട്ടേക്കായി, ബിയിൽ നിന്നും എയിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫ്ലക്ടറിന് എന്ത് വ്യതിയാനം ഉണ്ടായി, ഒന്നാമത്തെ സർക്യൂട്ടിനടുത്ത് വെച്ചിരുന്ന ഡിഫ്ലക്ടർ നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക് എന്ത് ചെയ്തു, ഡിഫ്ലക്ട് ചെയ്തു. ഇങ്ങനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്യൂട്ടിനടുത്ത് വെച്ചിരുന്ന മാഗ്നറ്റിക് നീഡിൽ നോർത്തിൽ നിന്നും എങ്ങോട്ടേക്ക്, ഈസ്റ്റിലേക്ക് എന്ത് ചെയ്തു, ഡിഫ്ലക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെന്റ് വഴി ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച രണ്ട് നിരീക്ഷണങ്ങളിൽ ഒന്നാമത്തത്, ഏതൊരു കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റാകെയും ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയ്ക്ക് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ അതിനനുസരിച്ച് എന്തിന്റെ ദിശയ്ക്കും മാറ്റം വരും, കാന്തിക മണ്ഡലത്തിന്റെ ദിശയ്ക്കും മാറ്റം വരും. അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത് ഈസ്റ്റഡ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്താൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റാകെ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഇൻഫറൻസ് എന്തായിരുന്നു, കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡിറക്ഷൻ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ അതിനനുസരിച്ച് എന്തിന്റെ ഡയറക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മാറും, മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷനും വ്യതിയാനം ഉണ്ടാവും. ഈ രണ്ട് ഇൻഫറൻസ് ആണ് ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിൽ നിന്നും പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റാകെയും അല്ലെങ്കിൽ ഏതൊരു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു വസ്തുവിന് ചുറ്റാകെയും എന്തുണ്ടായിരിക്കും, ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഇൻഫറൻസ് എന്തായിരുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ, കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടേക്കാണോ ആ ഡിറക്ഷൻ മാറുന്നതിനനുസരിച്ച് എന്തിന്റെ ഡയറക്ഷനും മാറുന്നു അല്ലെങ്കിൽ എന്തിന്റെ ദിശയ്ക്കും വ്യതിയാനം ഉണ്ടാകുന്നു, കാന്തിക മണ്ഡലത്തിന്റെ ദിശയ്ക്കും വ്യതിയാനം ഉണ്ടാകുന്നു. സോ ഇതാണ് ഈസ്റ്റഡ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരു ബാർ മാഗ്നറ്റിൽ തുടങ്ങി. അപ്പോൾ ബാർ മാഗ്നറ്റും ഉണ്ടായിരുന്നു, ടെമ്പററി സാധാരണ ഒരു ഇലക്ട്രോ മാഗ്നറ്റ്. അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇലക്ട്രോ മാഗ്നറ്റ് ജസ്റ്റ് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാത്രം എന്ത് ബിഹേവിയർ കാണിക്കുന്നു, മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരെയാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പോൾ ആ ഫിഗറിൽ തന്നെ ഞാൻ പറഞ്ഞു മാഗ്നറ്റ് എങ്ങനെയാണ് നമുക്ക് അതിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുന്നതും അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നു. മാഗ്നറ്റിക് കോമ്പസ് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ആ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ബാർ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ പോയിന്റർ അതിനകത്തുള്ള ആ കോമ്പസിനകത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റർ ഏത് ദിശയിലേക്കാണോ ഡിഫ്ലക്ട് ചെയ്യുന്നത് ആ ഡിഫ്ലക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിശ വെച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അവിടെ നിന്നും ഒരു ബാർ മാഗ്നറ്റിൽ പൊളാരിറ്റി ഇല്ല, നോർത്ത് ഏത് സൗത്ത് ഏതെന്നില്ല എങ്കിൽ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും, പൊളാരിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് എങ്ങനെയാണ് പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്, എങ്ങനെ ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുത്താൽ ആ മാഗ്നറ്റിക് കോമ്പസിന്റെ നോർത്തും ഉണ്ടായിരിക്കും അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് സൗത്തും ഉണ്ടായിരിക്കും. അപ്പം ആ ബാർ മാഗ്നറ്റ് എടുത്തതിന് ശേഷം എനിക്കറിയത്തില്ല ഇവിടെ നോർത്താണോ സൗത്താണോ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് കോമ്പസിന്റെ നോർത്ത് സൈഡിനെ ഞാൻ ഈ എൻഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു അട്രാക്ഷൻ കാണിച്ചു. അട്രാക്ഷൻ കാണിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് പോളായിരിക്കും, നോർത്ത് അട്രാക്ട് ചെയ്തെങ്കിൽ അത് സൗത്ത് ആയിരിക്കും. ഈ നോർത്തിന് ഇവിടെ കൊണ്ടുവച്ചാൽ അത് അട്രാക്ട് ചെയ്യത്തില്ല, പകരം റിപ്പൽ ചെയ്യും. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഏതായിരിക്കും? നോർത്ത്. അപ്പം നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. അപ്പോൾ അവിടെ അറിയേണ്ടത് ഒരേപോലുള്ള ആൾക്കാർ നോർത്തും വന്ന ഡൈപോളുകൾ വന്നാൽ എന്ത് സംഭവിക്കും? വികർഷിക്കും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. എന്നാൽ അൺലൈക്ക് പോളുകൾ വന്നാൽ അവിടെ എന്താണ്? ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷനാണ് നടക്കുന്നത്. അതാണ് പറഞ്ഞത് ബാർ മാഗ്നറ്റ് വെച്ചാൽ ഒരു പെർമനന്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന മാഗ്നറ്റാണ് ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പുറത്ത് ഇലക്ട്രോ മാഗ്നറ്റ് ടെമ്പററി, നമ്മൾ എപ്പോഴാണോ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ എന്ത് തരത്തുള്ളൂ? മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കത്തുള്ളൂ. ആ കറണ്ട് സപ്ലൈ കറസ്പോണ്ടിങ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന് എന്ത് ബിഹേവിയർ ഉണ്ടായിരിക്കത്തില്ല? കാന്തികമായിട്ടുള്ള സ്വഭാവവും കാണത്തില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു വിധത്തിലുള്ള ബിഹേവിയറും അതിനുണ്ടായിരിക്കത്തില്ല. അതിനുശേഷമാണ് നമ്മൾ ആരുടെ എക്സ്പെരിമെന്റ് പറഞ്ഞത്? ഈസ്റ്റേഡിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞു. ഈസ്റ്റേഡിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഒന്നാമത്തെ ഇൻഫറൻസ് എന്തായിരുന്നു? ഏതൊരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റാകയിൽ എന്തുണ്ടായിരിക്കും? ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഇൻഫറൻസ് എന്തായിരുന്നു? കറണ്ട് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയ്ക്ക് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ അതിനനുസരിച്ച് എന്തിൻ്റെ ദിശയും മാറുന്നു? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയ്ക്കും വ്യതിയാനം ഉണ്ടാകുന്നു. അപ്പോൾ ഈസ്റ്റേഡിന്റെ ഇൻഫറൻസ് എന്തെല്ലാമായിരുന്നു? ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫറൻസ് എന്ന് പറയുന്നത് ഏതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റാകെയും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഇൻഫറൻസ് എന്തായിരുന്നു? ആ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷന് വ്യതിയാനം ഉണ്ടാകുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശയ്ക്കും എന്തുണ്ടാകുന്നു? വ്യതിയാനം ഉണ്ടാകുന്നു എന്നാണ് ആര് കണ്ടുപിടിച്ചത്? ഈസ്റ്റഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് ആ 2 പോയിന്റ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.